ഇന്ന് ഞാൻ കപ്പയും മീനും വെച്ചിട്ടുള്ള നല്ലൊരു കപ്പക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങളിവിടെ കപ്പക്ക് പൂള എന്നാണ് കേട്ടോ പറയാം. അപ്പോൾ പൂള ഇതാ നന്നായി കഴുകി കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ മീനും ക്ലീനാക്കി കഴുകി ക്ലീനാക്കി വെച്ചിട്ടുള്ളതാണ്. ഇനി കപ്പ വേവിച്ചെടുക്കാനായിട്ട് ഇതാ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഒന്ന് തൊലിയോട് കൂടി തന്നെ നന്നായി കഴുകിയിട്ട് ഒന്ന് ചതച്ചെടുത്ത് ചേർത്ത് കൊടുത്തതാണ്. വെളുത്തുള്ളി ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. വെളുത്തുള്ളി ചേർത്താൽ നമുക്ക് പൂള കഴിക്കുന്നവർക്ക് ചിലർക്ക് ഒരു ഗ്യാസിൻ്റെ പ്രശ്നമുണ്ടാവും. അപ്പം വെളുത്തുള്ളി ചേർത്താൽ ഒരു പരിധി വരെ ആ ഗ്യാസിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. അപ്പോൾ ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. കപ്പ വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള മീൻ ഇതുപോലെ മുകളിൽ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇനി കപ്പയും മീനും വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലോട്ടുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് ചിരകിയ തേങ്ങ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 അല്ലി ചെറിയുള്ളി ചേർത്തിട്ടുണ്ട്. 2 പച്ചമുളകും ചേർക്കുന്നുണ്ട്. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ ആവേണ്ട ആവശ്യമില്ല കേട്ടോ, എന്നാലും ഒന്ന് അരച്ചെടുക്കുക. ഇനി ഇതിൽ നല്ല ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കുക, ഇല്ല എന്നല്ല ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ മഞ്ഞൾപ്പൊടി ഞാൻ കപ്പയിൽ ചേർത്തതിനോണ്ട് വീണ്ടും വേറെ ചേർത്തിട്ടില്ല. ഇപ്പോൾ ഇതാ മീനും കപ്പയും എല്ലാം നന്നായി വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഈ മീനൊന്ന് മുള്ള് വേർതിരിച്ചെടുക്കണം. അപ്പോൾ ഈ മീനിൻ്റെ മുള്ളൊന്ന് കളഞ്ഞെടുക്കുകയാണ്. ഞാനിപ്പോൾ ഇത് ചൂടോട് കൂടി തന്നെയാണ് ചെയ്യുന്നത്. ചൂടൊന്ന് കുറച്ച് തണഞ്ഞിട്ട് ചെയ്താലും മതി കേട്ടോ. ഇനി മീനിൻ്റെ മുള്ളൊന്ന് കളഞ്ഞെടുക്കട്ടെ. നമുക്ക് അയല വെച്ചിട്ടും ഇത് ചെയ്യാം കേട്ടോ. അയല വെച്ച് ചെയ്താലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. കുട്ടികൾക്കൊക്കെ കുറച്ചുകൂടി കഴിക്കാൻ, മുള്ളില്ലാതെ കഴിക്കാനും അയല മീനായിരിക്കും ഒന്നുകൂടി നല്ലത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. നമ്മുടെ കപ്പയെല്ലാം ഒന്ന് ഉടച്ചു കൊടുക്കാം. ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലോട്ട് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പെല്ലാം ആവശ്യത്തിനാണൊന്നും കൂടി നോക്കാം കേട്ടോ. പോരായികണ്ടേ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിള വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായി ഇളക്കി കൊടുത്തു. ഇനിയിപ്പോൾ ഇത് നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പയും മീനും ഇവിടെ റെഡി ആയിട്ടുണ്ട്.